ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്പൈസ് ആൻഡ് ചിൽസ്. ഞങ്ങളുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ക്രാബ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ക്രാബാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിൽ, അത് കൊച്ചിയിലൊക്കെ ഞണ്ടിൻ്റെ പൊന്ന് എന്നാണ് പറയുന്നത്. ഇത് ഫീമെയിൽ ക്രാബിൽ അതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് മാത്രം കാണുന്ന എഗ്ഗാണ്. പൊന്നുള്ള ഈ ക്രാബാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് ഒരു 2.5 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, 2 തക്കാളി, ജിഞ്ചർ ഒരു 25 ഗ്രാം ഉണ്ട്. ഇത് ഒരു 7 പച്ചമുളക്, ഇതൊരു 50 ഗ്രാം ചുവന്നുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ട മസാലക്കൂട്ടുകൾ: കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഞാൻ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഓയില് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ജിഞ്ചർ, ഗാർലിക്ക്, ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ലൈസ് ചെയ്ത ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തീ കുറച്ചിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി. കാരണം ഈ ഞണ്ടിന് കുറച്ച് എരിവ് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും രുചിക്കനുസരിച്ച് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. ഞാൻ ഇത്ര അധികം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. സ്ലൈസ് ചെയ്ത പച്ചമുളക്, പിന്നെ കറിവേപ്പില. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച്. ഞാൻ ഈ ക്രാബിൻ്റെ ഈ പൊന്നിനെ ഇങ്ങനെ ഷെല്ലിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ നേരെ ഇപ്പോൾ ഈ ചട്ടിയിലോട്ട് ഈ പൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴെ പോയി സ്റ്റിക്കായിട്ട് കറി പെട്ടെന്ന് ബേണായി പോകും. അപ്പോൾ എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു സൂത്രമാണ്, ഈ ഷെല്ല് എംപ്റ്റി ആക്കിയിട്ട് ഇതിനകത്ത് ഈ പൊന്ന് നിറച്ചിട്ട് നമ്മളുടെ ഈ ചട്ടിയുടെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ആവി വന്നതിന് ശേഷം ഇതിനെ നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാനിതിനെ മൂടി വെച്ച് ഒന്ന് ആവി കയറ്റാൻ വെക്കണേ. അപ്പം നന്നായിട്ട് കണ്ടില്ലേ, ആവി നന്നായിട്ട് പറക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ പൊന്നിനെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഈ പൊന്നിനെ ഈ കറിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഞണ്ട് നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ക്രാബ് റോസ്റ്റ് ഇവിടെ ഫിനിഷായി. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയുള്ള ഒരു ഡിഷാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഞങ്ങളുടെ പേജിൽ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഷെയറും ഞങ്ങൾക്ക് എന്നും ഒരു പ്രോത്സാഹനമാണ്. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ഫോർ നൗ.